എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പല ആൾക്കാർക്കും കാണാനുള്ള ഒരു പ്രശ്നമാണ് വ്രണങ്ങൾ, അതായത് ശരീരത്തിൽ പലയിടത്തും ഉണങ്ങാത്ത വ്രണങ്ങൾ. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വ്രണങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഈ വ്രണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വ്രണം കൂടുതലാണെങ്കിൽ അവർ കൈയും കാലൊക്കെ മുറിച്ചു മാറ്റാൻ പറയും. അങ്ങനെ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് രോഗികൾ നാട്ടുവൈദ്യത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ട് സുഖമായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും വ്രണം വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണ്, അതിനെ മാറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് കൈയും കാലും മുറിച്ചു മാറ്റണം എന്ന് പറയുന്നത്. അതൊന്നും ശരിയായിട്ടുള്ള ഡോക്ടർമാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയായിട്ടുള്ള വൈദ്യന്മാർ എന്ന് പറയുന്നതിൽ ആ വ്രണത്തെ ഉണക്കാനുള്ള കഴിവ് വേണം. മുറിച്ചു മാറ്റാനുള്ള കഴിവല്ല, ഉണക്കാനുള്ള കഴിവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രയോഗം, ഈ പ്രയോഗം ക്യാൻസർ വ്രണമായാലും ശരി, അതേപോലെ തന്നെ പ്രമേഹത്തിൻ്റെ വ്രണമായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഉണ്ടാകുന്ന വ്രണമായാലും ശരി, ഈ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഉണങ്ങും. ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 4 സാധനങ്ങളാണ്. ഒന്ന്, കറുകപ്പുല്ല്. നമ്മൾ എല്ലായിടത്തും ഇഷ്ടം പോലെ കിട്ടും കറുകപ്പുല്ല്. 2, തൊട്ടാവാടി എന്ന് പറയുന്നതും എല്ലാ സമയത്തും, അതായത് വർഷത്തിൽ നമുക്ക് എല്ലാ സമയത്തും തൊട്ടാവാടി കിട്ടും. 3ാമത് നമുക്ക് വേണ്ടത് കടുക്കയാണ്. കടുക്ക ഒരു 4-5 നമുക്ക് കടുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി. അതല്ല, നമുക്ക് മഞ്ഞൾപ്പൊടി കിട്ടില്ലെങ്കിൽ പച്ച മഞ്ഞൾ നമ്മൾ വേണമെങ്കിൽ ചതച്ചിടാം, അങ്ങനെയും നമ്മൾക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാം. പക്ഷേ കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടി അതിന് പറ്റില്ല. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ഭക്ഷണത്തിന് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ വേണം. അപ്പോൾ ഈ 4 സാധനങ്ങളും നല്ലപോലെ തിളപ്പിക്കുക. 1 ലിറ്റർ വെള്ളത്തിലിട്ടതിന് ശേഷം അതിന് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അതിനെ കുറുക്കിയിട്ട് ഒരു 3/4 ലിറ്റർ ആക്കുക. നല്ലപോലെ തിളപ്പിക്കണം. അതായത് മൺചട്ടിയിലിട്ട് തിളപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുശേഷം ഈ വ്രണത്തിൽ ഈ സാധനം കൊണ്ട് തുടർച്ചയായിട്ട് അരമണിക്കൂർ ധാര കോരണം. ചൂട് കമ്മിയാവുന്ന സമയത്ത് വീണ്ടും ഈ സാധനം അതിൽ വെച്ചിട്ട് അല്പം ചൂടാക്കണം. ഇപ്പോൾ നമ്മൾ ധാര കോരുന്നതിനനുസരിച്ചിട്ട് ആ ചൂട് കമ്മിയാവും. അടിയിൽ വേറൊരു പാത്രം വയ്ക്കുക, എന്നിട്ട് ഈ സാധനം ധാര കോരിക്കൊണ്ടിരിക്കുക. അതിലെ പുഴുക്കൾ, പഴുപ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ധാര കോരിയതിന് ശേഷം നമ്മൾ അതിൽ വേണമെങ്കിൽ നമ്മൾ കറ്റാർവാഴ, നമുക്ക് ബാക്കിയുള്ള സമയത്ത് അതിനെ തുടച്ചതിന് ശേഷം കറ്റാർവാഴ വയ്ക്കാം. മുറുകൂട്ടി എന്ന് പറയുന്ന ചെടി, ആ ബ്രൗൺ നിറത്തിലുള്ള ചെടി, അത് നമുക്ക് അരച്ച് വരട്ടാം. മുക്കുറ്റി നമുക്ക് അരച്ച് വരട്ടാം. കറുക തന്നെ വെള്ളം തൊടാതെ അരച്ച് വരട്ടാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അന്ന് വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. മുറിവിൽ വയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊന്നിനും വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മളങ്ങനെ ചെയ്യാൻ. ഈ ധാര കൊണ്ട്, കോരൽ കൊണ്ട് മാത്രം തന്നെ ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ ഉണങ്ങാൻ തുടങ്ങും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കുറേ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. പ്രത്യേകിച്ചിട്ട് വ്രണത്തിന് എൻ്റെ ഈ ചാനലിൽ ഒരുപാട് ഞാൻ മരുന്നുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും. അതിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല മരുന്നുകളും കിട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഈ ധാര കോരൽ എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 15-20 വർഷമായിട്ട് വ്രണങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, തൊലി എടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ട്, എന്നിട്ടും കൂടി ചേരില്ല. 3-4 ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷേ വീണ്ടും അവരുടെ തന്നെ ചില ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ അത് ശരിയാക്കിയിട്ടുണ്ട്. ഇത് ശരിയാക്കാൻ പറ്റാത്ത ആൾക്കാർ കൈയും കാലും മുറിച്ചു മാറ്റിയ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം മെയിനായിട്ട് വരുന്നത് നമ്മുടെ കോൺസ്റ്റിപ്പേഷനിൽ മലബന്ധം മൂലമാണ്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മലബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ധാരാളം വാഴപ്പൂവ്, അതേപോലെ തന്നെ വാഴപ്പിണ്ടി തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള വ്രണങ്ങളുടെ രോഗികൾ പാവയ്ക്ക, ബിറ്റർ ഗോഡ് എന്ന് പറയുന്ന സാധനം, പാവൽ എന്ന് പറയുന്ന സാധനം, ഈ സാധനം കൂടുതൽ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. കാരണം കശപ്പ് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്, കയ്പ്പ്. അപ്പോൾ അത് കൂടുതലായിട്ട് കഴിക്കണം. അതേപോലെ തന്നെ ചായ, കാപ്പി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഈ പേഷ്യൻറ്റ് ലിക്വിഡായിട്ടുള്ള ഡയറ്റിൽ വരികയാണെങ്കിൽ വളരെ നല്ലത്. അതായത് കിച്ചടി മാതിരിയുള്ള കഞ്ഞി അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി മാതിരിയുള്ള ലൂസായിട്ടുള്ള വെള്ളം നിറയെ ചേർത്തിട്ടുള്ള സാധനമായിരിക്കണം ഈ വ്യക്തി കൊടുക്കേണ്ടത്. ലഘുവായിട്ടുള്ളതും ചൂടായിട്ടുള്ളതും. തണുത്ത ഭക്ഷണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചായ, കാപ്പി എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. പാലുൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ടും നിർത്തണം. മധുരപലഹാരങ്ങളൊന്നും പാടില്ല. വെല്ലം, പഞ്ചസാര എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. ഇതെല്ലാം നിർത്തണം. അതുകൂടാതെ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. മുട്ട, മീൻ, ഇറച്ചി ഇത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം.
വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രം സ്വീകരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രോഗവും തന്നെ ഒട്ടും തന്നെ പണച്ചെലവില്ലാതെ ഉടൻ തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.